നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ ഒന്ന് ഒതുക്കി വെക്കാമെന്ന് കരുതി കുറച്ച് ചെടികളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി നട്ട് ക്ലിയറായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല നല്ല ഭംഗിയുള്ള ചട്ടിയിലൊക്കെ വെച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. പക്ഷേ ചില ചട്ടികളൊന്നും ഒരു ഭംഗിയില്ലാത്ത ചട്ടികളായതുകൊണ്ട് ഉള്ള ചട്ടികളൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്ന് കരുതി. അതുപോലെ നമ്മുടെ ഹോയച്ചെടികളാണ്. ഹോയച്ചെടികളൊക്കെ ഒന്ന് കയറൊക്കെ കെട്ടി ഒന്ന് ക്ലിയർ ചെയ്തു. അതിലൂടെയൊക്കെ ചുറ്റി പിണഞ്ഞ് പോയിക്കോട്ടെ എന്ന് കരുതി. ചില ഹോയകളൊക്കെ പൂവിട്ടിട്ടുണ്ട്, എല്ലാ ഹോയയും പൂവിട്ടിട്ടില്ല. ഒരുപാട് ഹോയ നമുക്കുണ്ടായിരുന്നു കേട്ടോ. ഇതാ മറിഞ്ഞു നിൽക്കുന്നൊരു റോസാ സുന്ദരി ഉണ്ടോ. അതുപോലെ തന്നെ നമ്മുടെ തിപ്പലിയാണിത്. ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ച തിപ്പലിയാണ്, വളർന്നു പന്തലിച്ചു കേട്ടോ. കുറച്ച് ചെടികളൊക്കെ വെട്ടി ഒതുക്കി. അതുപോലെ നമ്മുടെ റോസ്മേരി ഇതാ നമ്മൾ വളമൊക്കെ പുതിയ വളവും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെമ്പൂട്ടിക്കാബ റെഡിയായി വരുന്നുണ്ട്. നമ്മുടെ മരമുല്ലയാണ്. എന്താ സ്മെല്ല് എന്നോ ഈ പൂക്കൾക്ക്. ഇത് നിറയെ വിരിയണമെങ്കിൽ മുറ്റവും അകവും ഒക്കെ നല്ല സ്മെല്ലായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ലെമൺ വൈനാണ്. ലെമൺ വൈന് കായ ഉണ്ടാവുന്നതിനനുസരിച്ച് റാണിമോൾ കഴിക്കുകയാണ് കേട്ടോ. മധുരമൊന്നുമല്ല, പുളിയാണ്. എന്നാലും റാണിമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ പൂക്കൾ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ലെമൺ വൈൻ ഫോട്ടോ എടുക്കുമ്പോഴേക്കും നമ്മുടെ റാണിമോൾ ഇതാ എത്തിയിട്ടുണ്ട്. അവൾക്ക് വേണ്ടി ഒരു കായ പറിച്ചിട്ടുണ്ട്. അപ്പോഴാണ് അവളുടെ മുഖം ഒന്ന് ശ്രദ്ധിച്ചത്. ആരാ അവൾക്ക് മീശയൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവളുടെ കാക്കന്മാരാണ്. അത് പറഞ്ഞപ്പോൾ അവളുടെ ഒരു സന്തോഷം കണ്ടോ.